ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ഓണൊക്കെ അല്ലേ? അപ്പൊ ഓണസദ്യ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സദ്യ ഞാൻ ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ളൂട്ട് ഉണ്ടാക്കുക, അത് ഓണത്തിനാണ്. അപ്പൊ ഞാൻ ഏതായാലും ഉണ്ടാക്കാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സദ്യ ഉണ്ടാക്കുമ്പോൾ അത് പൊളിയായിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ 18 കൂട്ടം റെസിപ്പിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 പായസമാണ് കേട്ടോ, പ്രഥമനും സാധാരണ അടപ്പായസം. അപ്പൊ ഞാൻ ഇന്നലെ തേങ്ങ മാത്രം ചരവിച്ചിട്ടുള്ളൂ കേട്ടോ. 3.5 വലിയ തേങ്ങ ചരവിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇപ്പം തന്നെ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളത്, വേറെ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് പതുക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അങ്ങനെ ചെയ്തു തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ മനസ്സിലാദ്യം തന്നെ ഒരു പ്ലാനിങ് വേണം കേട്ടോ, എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചക്കറി വാങ്ങാന്. അപ്പൊ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കുമ്പോ അതിന്റെ പേര് പറയാം കേട്ടോ. അപ്പൊ ആദ്യം പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള പച്ചക്കറി കേട്ടോ. ഇത്രയും ഐറ്റം മതി നമുക്ക് ഈ സദ്യ ഉണ്ടാക്കാൻ, 18 കൂട്ടം ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ പായസത്തിനുള്ള മെറ്റീരിയൽസ് വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ, പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കട്ടോ. ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ കട്ട് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി കട്ട് ചെയ്യണമൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പൊ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആർക്കും വേണമെങ്കിലും സദ്യ ഉണ്ടാക്കട്ടെ, ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കണം എന്നുള്ളൂ. പക്ഷെ നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സദ്യനെ തിന്നാൻ പറ്റിയ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ എത്ര കുറച്ചുണ്ടാക്കിയാലും അത്യാവശ്യം എല്ലാം ഉണ്ടാവും കേട്ടോ, കുറച്ച് കൂടുതൽ. അപ്പൊ ഞങ്ങളെ പോലെ ഇപ്പൊ ഒരു സിമ്പിൾ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം തിന്നാം. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിപ്പോ ഒന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയൊക്കെ ചൂടാക്കി കഴിക്കുമല്ലോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ദിവസം കൂടുന്തോറും ഈ നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിന്റെ ടേസ്റ്റും കൂടും, സദ്യ കഴിക്കാനുള്ള ത്രില്ലും കൂടും കേട്ടോ. നല്ല ടേസ്റ്റ് ആക്കണം. പിന്നെ അപ്പൊ നമ്മള് 2 ദിവസത്തിനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് സദ്യ കഴിക്കുക, രാത്രി നമുക്ക് പിന്നെ വേറെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാനാണ് ചെയ്യുക. അപ്പൊ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ പച്ചക്കറി കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കട്ടോ, താമസം വരൂല കട്ട് ചെയ്ത് വെക്കാന്. പിന്നെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് സെക്ഷനായി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള മടിയോണ്ടാണ് ഇന്നലെ ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കി തുടങ്ങാം. അതിപ്പോ കുറച്ച് സമയം നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം പച്ചക്കറി കട്ട് ചെയ്യാൻ നിന്നാല് അതിന് പോകുമല്ലോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാട്ടോ സദ്യ. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ മത്തൻ എരിശ്ശേരിയും അതുപോലെ തന്നെ കൂട്ടുകറിയാണ് കേട്ടോ. ഇത് ഏകദേശം കുറച്ചൊക്കെ ഒരു സെയിം ആണ്, അതുകൊണ്ടാണ് രണ്ടും ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ളൂ, അതായത് പേരിലും മേക്കിങ്ങിലും ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒപ്പം ഉണ്ടാക്കി തുടങ്ങാം. ചെറിയൊരു കഷ്ണം ചേന ക്യൂബ്സ് ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പകുതി നമ്മൾ കൂട്ടുകറിയാണല്ലോ ആദ്യം ഉണ്ടാക്കുന്നത്, അതിലേക്കും പകുതി പിന്നെ കാളന് ഉണ്ടാക്കും, അപ്പൊ അതിലേക്കും ചേർക്കാനാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് കുക്കർക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ചേന ചൊറിച്ചിലുണ്ടാവും, അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് കേട്ടോ കുക്കറിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്യണത്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമില് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ, ഓവറായിട്ട് കുക്കാവണ്ട, അതുകൊണ്ടാണ്. ഇനി കാളനിക്കും അതുപോലെ നമ്മളെ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അതിലേക്കും ഇത് പച്ചക്കായ വേണം കേട്ടോ. അപ്പൊ ഞാൻ 2 പച്ചക്കായാണ് എടുത്തത്, ചെറിയ 2 പച്ചക്കായ കേട്ടോ. അപ്പൊ അതിന് കുറച്ച് അവിയലിക്ക് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയാണ് കേട്ടോ അത്. ഇതുപോലെ ക്യൂബ്സ് ആയി കട്ട് ചെയ്തത് വേവിച്ചെടുക്കാം. അപ്പൊ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെന്തുടയാതെ വേണം കേട്ടോ വേവിക്കാന്, പാകത്തൊരു വേവായ മതി, ഉടയൊന്നും വേണ്ട. അപ്പൊ അതിവിടെ കിടന്ന് വേവട്ടെ. അപ്പൊ ചേന വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. പകുതി കാളനിൽക്കും പകുതി നമുക്ക് കൂട്ടുകറി കൊടുക്കാം. അപ്പൊ കൂട്ടുകറിക്കുള്ള കായ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് കൂട്ടുകറിയും എരിശ്ശേരി നമ്മളൊപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ എരിശ്ശേരിക്കുള്ള മത്തനൊന്ന് വേവിക്കാം കുക്കറിൽ തന്നെ. ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പൊ നമ്മള് കായ വേവിക്കാൻ വെച്ചിരുന്നില്ലേ, കായ വെന്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പകുതി മാറ്റാം കേട്ടോ, നമുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റാം.
ഇനി നമ്മൾ വേവിച്ച് വെച്ച ചേനീന്ന് പകുതി ഇതിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം 1/2 കപ്പ് കടല വേവിച്ചതാട്ടോ. അത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് അത് പാകത്തെ വേവിന് ഒന്ന് വേവിച്ചതാണ്. അതായത് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് ഊറ്റിയെടുത്താണ് കേട്ടോ. അപ്പൊ കടല ഇട്ട് കൊടുക്കുക. കറുത്ത കടല തന്നെ വേണം കേട്ടോ. അപ്പൊ നമ്മളൊക്കെ വേവിച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് അടച്ചു വെച്ച് ജസ്റ്റ് എല്ലാം മിക്സ് ആവണ വരെ ഒന്ന് വേവിക്കുക. അപ്പൊ എരിശ്ശേരിക്കുള്ള മത്തൻ നമ്മൾ കുക്കറിൽ വേവിച്ചില്ലേ, അത് ഇതുപോലെ ഒരു ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് മമ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. അപ്പൊ ഇതിൽ നിന്നൊരു 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കണുണ്ട് ഓലനിലേക്ക് ചേർക്കാൻ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് എരിശ്ശേരിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത്ര ഉള്ള ഓലനിലേക്ക് ചേർക്കണേ. അപ്പൊ ഇതും ഇവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ അപ്പൊ ഈ ഒരു സ്പൂണിന് 2.5 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ എരിശ്ശേരിക്കുള്ള അരവൊക്കെ കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണം. ഇനി അരപ്പുണ്ടല്ലോ, ഇതൊന്ന് വേവണ വരെ ഒന്ന് അടച്ചു വേവിക്കുക. ഓവറായിട്ട് ഇളക്കണ്ട കേട്ടോ. അപ്പൊ വെന്തുടയാന് സാധ്യത ഉണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ തേങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കടലയിൽ മാത്രമേ ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ എരിശ്ശേരിക്ക് തേങ്ങ വറുത്തൊഴിക്കണം, അതുപോലെ കടുക് പൊട്ടിച്ചിട്ടും ചേർക്കണം കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒന്നിച്ച് ചേർക്കാം. അപ്പൊ ഇനി ഇത് മാറ്റിയേക്കാം. അപ്പൊ നമ്മൾ എരിശ്ശേരിക്കും ഇതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മളെ സ്പൂണിന് 2.5 സ്പൂൺ തേങ്ങയിട്ട് വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. നമ്മളെ എരിശ്ശേരിയിലെ മത്തനും മമ്പയറൊക്കെ നല്ല പോലെ തിളച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അരപ്പ് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച്. അപ്പൊ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും, ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത അതേ സ്പൂണിന് 2 സ്പൂണാണ് കേട്ടോ. ഇനി നല്ല ചുമന്ന കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പൊ പെട്ടെന്ന് വറുത്തിട്ടാനാണ് നമ്മൾ എണ്ണ ഒഴിച്ചത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി ഇളക്കി വറുത്താൽ മതി. ഇത് നമ്മൾ കൂട്ടുകറിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ കൂട്ടുകറിയിൽ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തേങ്ങ കണ്ടില്ലേ, ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. വറുത്തത് കണ്ടില്ലേ, ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ കൂട്ടുകറിക്ക് ഇത് ഇട്ട് കൊടുക്കാം. കൂട്ടുകറിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് കേട്ടോ. തേങ്ങ വറുത്തിടുക, പിന്നെ കുരുമുളകിന്റെ ഫ്ലേവർ, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പൊ ഇപ്പോഴാണ് കേട്ടോ നമ്മളെ കൂട്ടുകറി റെഡിയായത്. നല്ല സദ്യയിലൊരു രസമുള്ളൊരു വിഭവമാണ് കേട്ടോ അത്. സദ്യ ഉണ്ടാവുമ്പോ കൂട്ടുകറി ഇല്ലാത്ത സദ്യ എന്ത് സദ്യ എന്ന് അറിയുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ ഒരൈറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എരിശ്ശേരിക്കും നമ്മൾ തേങ്ങ വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് കുറച്ച് ചേരുവകൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അപ്പൊ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പൊ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മത്തല് ഏകദേശം ആദ്യം തന്നെ മത്തം മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ ഇതിൽ ശർക്കര ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട പോലെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. മത്തന് ആൾറെഡി മധുരം ഉണ്ട്, പക്ഷെ നമ്മൾ എന്നാലും ഒരു ഇച്ചിരി ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ എരിശ്ശേരി ഒരു മധുരമുള്ള ഒരു കറിയാക്കാം കേട്ടോ. ഓവർ മധുരം അല്ല, നമുക്ക് അറിയാലോ മത്തം വേവിച്ച എന്തായാലും മധുരം ഉണ്ടാവും. അപ്പൊ നമ്മൾ എരിശ്ശേരിയും കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും വാങ്ങിയേക്കാം. അപ്പൊ നമ്മള് കാളനും എരിശ്ശേരി ഉണ്ടാക്കി. രണ്ടും തമ്മിൽ കുറച്ച് സാമ്യങ്ങൾ ഉണ്ടല്ലേ. തേങ്ങ വറുത്തിടുന്നുണ്ട്, പിന്നെ തേങ്ങന്റെ ഏകദേശം അരപ്പ് ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ഒന്നില് നമ്മള് മമ്പയറാണ് ചേർക്കുന്നത്, ഒന്നില് നമ്മള് കടലയാണ് ചേർക്കുന്നത്. ഏകദേശം കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ.